പോ അതെ ഞാനേ ഒരു കാര്യം പറയട്ടെ. എന്താ നമ്മുടെ അമ്മന്റെ എവിടാ? ഞാൻ എന്താ ഇവിടെ ഉള്ളല്ലേ മോനെ? അച്ഛനെന്തിയമ്മേ? എന്താ അച്ഛൻ പോയിട്ട് എത്ര കാലമായടാ? അയ്യോ സോറി, എന്റെ കയ്യിൽ നിന്ന് പോയി. അതെ അമ്മേ, ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചൊക്കെ ഓർമ്മയൊക്കെ വെച്ചേ ഈ കുളംകര എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, അത് കളിക്കുമായിരുന്നു. ചേട്ടൻ കുളം എന്ന് പറയുമ്പോ ഞാൻ കരാന്ന് പറയും, ഞാൻ കുളം എന്ന് പറയുമ്പോ ചേട്ടൻ കരാന്ന് പറയും. കുളം കുളം കര കുളം കര കുളം കര 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 കുളം. ഞാനെന്താ ഇവന്റെ അച്ഛനും കൂടെ എത്രയോ കുളങ്കര കളിച്ചതാ മോളെ. ഒരു ദിവസം ഞങ്ങളുണ്ടല്ലോ ടൂറ് പോയി. ടൂറ് പോയപ്പം ബസ്സിനകത്ത് ഇരുന്ന ഞാൻ നോക്കിയപ്പോ റോഡിൽ നോക്കിയപ്പോ കാണൊരു കുളം. ഞാൻ കുളം എന്ന് പറഞ്ഞതും അങ്ങേരെ അടുത്ത് ചാടിക്കൊടുത്തു. അയ്യോ, അങ്ങേര് കുളം എന്ന് പറഞ്ഞാലേ എനിക്ക് കുളത്തിൽ ചാടാൻ പറ്റുള്ളൂ. അതെ അതെ, അമ്മ കരപ്പ് നിൽക്കുവാണല്ലോ, കുളം എന്ന് പറയണ്ടേ? അങ്ങേര് പറഞ്ഞില്ല. അവസാനം എന്ത് ചെയ്ത് ഞാനങ്ങ് പോയി. ആണോ? എന്ത് പറയാൻ, അങ്ങേരാ കുളത്തിൽ തന്നെ കിടന്നു. അവസാനം നമ്മുടെ അച്ഛനൊരു പേരും കിട്ടിയില്ല അതോടെ. പിന്നെ രാമചന്ദ്രൻ എന്നുള്ള പേരുള്ള അങ്ങേർക്ക് പിന്നെ കരകുളം രാമചന്ദ്രൻ എന്നുള്ള പേരായി. അതിൽ അങ്ങേര് പ്രശസ്തനായേ മോളെ. ഇത്ര അപകടം പിടിച്ച ഗെയിം ആയിരുന്നു ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി നമ്മൾ വേണ്ട കേട്ടാ, വേണ്ട, മറന്നേക്ക. അടുപ്പത്ത് മീൻ ഇരിക്കുന്നു മോളെ, ഞാൻ പോയി ഇളക്കി കൊടുത്തു. വേണ്ട, അമ്മ പോയി നോക്കണ്ട, ഞാൻ പോയി നോക്കാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് മോൾ ഇവിടെ നിന്ന്. വേണ്ട വേണ്ട, ഞാൻ പോവാം. വേണ്ട മോളെ, ഞാൻ പോവാം മോളെ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. എന്തിനു മോള് പോണേ? എന്തിനാ ഇനി മോളുടെ കൈയും കാലും ഒക്കെ അഴുക്കാക്കാൻ? അത് സാരമില്ല. എന്തെന്നാ അടുപ്പത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞേ? മീൻകറി. അത് ഞാൻ ഇളക്കി കൊടുക്കാം. വേണ്ട, ഞാൻ ഇളക്കി കൊടുക്കാം. വേണ്ട അമ്മേ, ഞാൻ ആ തവി എടുത്ത് കഴുകി അമ്മയുടെ അടുത്ത് തരും, എന്നിട്ട് അമ്മ വേണമെങ്കിൽ ഇളക്കിക്കോ. അതിന്റെ അകത്ത് തവി ഇട്ട് ഞാൻ ഇളക്കിയിട്ട് തന്നെ വന്നത്, ഞാൻ ഇളക്കി കൊടുത്തോളാം. അതെ, ഇനി ആരും ഇളക്കാനും നിൽക്കണ്ട, തവി എടുക്കാനും നിൽക്കണ്ട. ആ സാധനം കരിഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, കരിഞ്ഞ മണം. ഞാൻ പോയി ഇളക്കിയിട്ട് വരട്ടെ. എന്റെ പാവ അമ്മ നമുക്ക് വേണ്ടി എന്തോ കഷ്ടപ്പെടുന്നത്. ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മേനെ ഞാൻ സ്നേഹിച്ച് കൊല്ലും. പക്ഷെ ഈ കറിയൊക്കെ നിങ്ങളിങ്ങനെ സ്നേഹം കൂടി ഈ കറിയൊക്കെ കരിച്ചു കളഞ്ഞാൽ അറിയില്ല അല്ലേ? നല്ല നെയ്മീനായിരുന്നു. ആ നെയ്മീൻ കറി കൂട്ടി ഇത്തിരി ചോറിന് വന്നതാണ്. അപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്യും, നേരത്തെ ചായ കുടിക്കാൻ പോയില്ലായിരുന്നോ? അതുപോലെ കടയിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു. ഞാൻ എനിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അമ്മയും വരുമ്പോഴും കൂടി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ആക്കണമല്ലോ ഫുഡ്. അതിനെന്താ, ഞാൻ ചേട്ടൻ ഡൈവേഴ്സ് ചെയ്ത് പോയിട്ട് ഞാൻ പറഞ്ഞു അമ്മേനെയും കൊണ്ട് പോകുന്നു. അപ്പോഴും ചേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇപ്പോഴും ഡൈവേഴ്സിന്റെ കാര്യം പറഞ്ഞത്? എന്റെ അമ്മയോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മേനെ സ്നേഹിച്ച് കൊല്ലും. അതെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനേ ഒരു സ്വാമിയെ കണ്ടായിരുന്നേ. അപ്പൊ ആ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ബന്ധത്തിന് ഒരു വിള്ളലും വരാതിരിക്കാൻ, അമ്മേനെ നന്നായിട്ട് സ്നേഹിക്കാൻ, നമുക്ക് ഐശ്വര്യം കിട്ടാനായിട്ട്, പിന്നെ കുറെ കാശൊക്കെ ഉണ്ടാവാനായിട്ട്, നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ഹരിദ്വാറിൽ പോയിട്ട് ഒരു പൂജ ചെയ്യണം എന്ന് ആ സ്വാമി പറഞ്ഞു. എടി, അത് എന്നിട്ട് ചെയ്യാൻ പോകണം. നിനക്ക് പ്രാന്താണ്. വെറുതെ സ്വാമിയെ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഈ സ്വാമിയാരെന്നൊക്കെ. അല്ല, പുള്ളിക്കാരന് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. എന്റെ കൂട്ടുകാരി പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര 2 കാറൊക്കെ അവള് മേടിച്ചേക്കണേന്നേ. അത് സ്വാമി മേടിച്ചു കൊടുത്താണ്? അല്ല, ഒരു പൂജ ചെയ്തതിന് ശേഷം അങ്ങനെ നടന്നു. പൂജ ചെയ്ത കാറ് മേടിക്കും? പൊട്ടത്തരം പറയല്ലേട്ടാ. അതെ, അവളുടെ ഭർത്താവിന് യാതൊരു ജോലിയും കൂലി ഉണ്ടായിരുന്നില്ല. അത്ര വിശ്വസിക്കാം ആ സ്വാമിനെ. അതെ, പറഞ്ഞു തീർന്നില്ല, സ്വാമി പ്രത്യക്ഷപ്പെട്ടു. ഈ സ്വാമി പ്രത്യക്ഷപ്പെട്ടതാണോ? പ്രത്യക്ഷപ്പെട്ടല്ല, കഷ്ടപ്പെട്ട് ഓട്ട പിടിച്ചാണ് ഇവിടെ വന്നത്. അവൻ 200 രൂപ കഴുത്തറുത്താണ് എൻ്റെ വാങ്ങിച്ചോണ്ട് പോയത്. അതല്ലേ? സ്വാമിയുടെ പേരെന്താണ്? നോമിന്റെ പേരാണ് സ്വാമി വിക്രാനന്ദ തിരുവടിക്കൽ. അത് വടിയെവിടെ? വടി കാണണോ നിനക്ക്? അല്ല, നിനക്ക് കാണണോ? നിനക്ക് ഇപ്പൊ തന്നെ കാണണമെങ്കിൽ കാണിച്ചു തരാം. വേണ്ട. അല്ല, റിപ്പയർ ആയിരിക്കുകയാണ്, ബാഗിനകത്തുണ്ട്. വേണ്ട, ചുമ്മാ ചോദിച്ചു. അതെ, സ്വാമിയോട് അങ്ങനെ ബഹുമാനം ഇല്ലാതെ ഒന്ന് സംസാരിക്കരുത്. രമേശ, വിളച്ചിലെടുക്കല്ലേടേ, വിളച്ചിലെടുക്കല്ലേ. ഞാനേ കുന്തത്തിൽ നിർത്തും കേട്ടോ, വിളച്ചിലെടുക്കല്ലേ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇല്ല ചേട്ടന്റെ പേര് രമേശ് എന്നാണ്. സ്വാമി അത് ഇങ്ങനെ എടുത്ത് പറഞ്ഞതുണ്ടോ? രമേശ് എന്നുള്ള പേര് പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ എല്ലാം എന്റെ ആത്മീയ യാത്രയിൽ ഞാൻ കാണുന്നു. ഭയങ്കരം തന്നെ അല്ലേ? ഫേസ്ബുക്ക് എടുത്തേക്കാണ്, അതൊക്കെ നിന്റെ പ്രൊഫൈൽ പിക്ചർ ചെക്ക് ചെയ്യണം. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കിട്ടുമല്ലോ. ഫേസ്ബുക്ക് അല്ല ഇത്, ഇതെന്റെ ആത്മീയ യന്ത്രമാണ്. ഇത് നോക്കിയാണ് ഞാൻ എല്ലാം കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് സകലമാന യക്ഷികളെയും ഞാൻ തളച്ചിട്ടിട്ടുണ്ട്.
യക്ഷികളല്ല കക്ഷികളാണ് മൊത്തം 10-12 പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് അതിനകത്ത്. ഡേടേ ഈ വടുതല രമണിയെ പറ്റിയാണ് നീ പറയണ? ഇത് ഞാൻ ഇന്നലെ തളച്ച ഒരു യക്ഷിയാണ്. അതിന്റെ ക്ഷീണം മൊത്തം കാണുന്നുണ്ട്. ഉണ്ടോ? അതെ, അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, സ്വാമി കഴിഞ്ഞ മാസം വരാന്ന് പറഞ്ഞതായിരുന്നല്ലോ, എന്തേ വൈകിയത് വരാൻ? ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ അങ്ങ് ഹിമാലയത്തിലായിരുന്നു. ഓഹോ, ഹിമാലയത്തിലായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് സത്യം പറയാറുണ്ടല്ലോ, നമ്മുടെ ഈ 30 കോടിയായിരം ദൈവത്തെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടുള്ള യാത്ര ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്താണ്, എങ്ങനെ കണ്ട്? ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ ഒരു ദിവസം അതിരാവിലെ അവിടെ മഞ്ഞ് കോരിച്ചിരുന്നത് മഞ്ഞാണ്. അവിടെ രാവിലെ ചെന്ന് അവിടെ കൈ ഇങ്ങനെ ആശോത്തോട്ട് ഈശ്വരാ എന്നൊരു വിളി വിളിച്ച് അവസാനം എൻ്റെ വായടഞ്ഞത് വൈകുന്നേരം 6 മണിക്ക്. അത്ര നേരം ഈ വാ തുറന്നിരുന്ന? അല്ല, ഞാൻ ഈശ്വരാ എന്ന് വാബോൾ ചെന്ന സമയത്ത് എൻ്റെ അണ്ണാക്കിനകത്ത് ഇതാ ഈ കനമുള്ള ഒരു മഞ്ഞ് കട്ട വന്ന് വീണു. വാ അടക്കാൻ പറ്റുമോ? തുറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവസാനം ആ ഉച്ച സൂര്യന്റെ താഴെ നിന്നുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ഉരുകി തീരുന്നത് വരെ ഞാൻ അവിടെ നിന്നുരുകി. ദൈവത്തിനാണ് ഞാൻ സകല ദൈവത്തെയും കണ്ട്. ഇനി എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാ ദൈവത്തിനെയും കണ്ടു, എല്ലാം കണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും എന്റെ തൊണ്ടയ്ക്ക് ഭയങ്കര ടോൺസിലൈറ്റീസ്. അവസാനം എന്റെ കഞ്ചാവ് അടിച്ചപ്പോഴാണ് ഇത്തിരി ആശ്വാസം. അപ്പൊ അല്ല, ഒരു ഹിമാലയത്തിൽ നിന്നും ഞാൻ ആവി കൊണ്ടപ്പോഴാണ് എന്റെ തൊണ്ടയ്ക്ക് ഇത്തിരി ആശ്വാസം. അപ്പോ ഞാൻ സ്വാമിയോട് പറയാനിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, പറയൂ. അതായത് ഞാനും എൻ്റെ അമ്മായിയമ്മയും ഭയങ്കര സ്നേഹത്തിലെ അപ്പൊ മുമ്പോട്ട് പോകുന്നത്. ചേട്ടനുമായിട്ടും നല്ല സ്നേഹത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹം എന്നും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അമ്മോടുള്ള ചേട്ടനോടുള്ള സ്നേഹം അത് നിലനിന്ന് പോകണം. അതിനിപ്പോ നമുക്ക് ഒരു പൂജ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും വേണം. അപ്പൊ ഒരു പൂജ നമുക്ക് ഫിക്സ് ചെയ്യാം. പൂജ വേണം, കുടുംബത്തിന്റെ സമാധാനമാണ്. പൂജ വേണം. ഒരുപാട് കാശുകൾ ചെലവാണ്. കാശ് ഒരു ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ഈശ്വരന് വേണ്ടി. കാശ് ഒരു പ്രശ്നമല്ല അല്ലേ? അല്ലേ ഏട്ടാ? എന്തെങ്കിലും ഒരു അഡ്വാൻസ് എന്തെങ്കിലും കൊടുക്ക്. അപ്പൊ എന്നത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇല്ല, ഒന്ന് അടിച്ചു കളിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. 500 തിളങ്ങണ നോട്ടുകൾ ഹിമാലയത്തിൽ പോയ ഇതൊന്നും കണ്ടിട്ടേയില്ല. ഞങ്ങളെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും കൈ നിറച്ച് വാരിക്കോരി കൊടുക്കുന്ന ഒരു പാരമ്പര്യം. അതിന്റെ ഐശ്വര്യം വാരിക്കോരി തന്നു കഴിഞ്ഞാൽ ദൈവം അതിനനുസരിച്ച് ഐശ്വര്യം തരും. അതെ, തന്നിരിക്കുന്നു. എന്തിനേ അഡ്വാൻസ്? ഒരു വീഡിയോ വാങ്ങിയാൽ പോലും തികയില്ലല്ലോ. അതെ, അഡ്വാൻസ് ഇപ്പൊ ഇത് തന്നു, ഇനി ഇതിന്റെ പകുതി ബാക്കി. ഈശ്വരഭാവം ഉണ്ടാവുന്നു. ഉള്ള ഓപോക്കാ മതി. എന്തായാലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ. ഓക്കെ, ഗുഡ് ബൈ. എന്താ സ്വഭാവം മനസ്സിലായ? ഇന്റർനാഷണൽ ഫ്രോഡാണ് അവനൊക്കെ. എന്നാലും പൂജ നീ വെറുതെ ആവശ്യമില്ലാത്ത പൂജ. അമ്മയായിട്ടുള്ള സ്നേഹം. ഇനി ഒരുത്തനെ ഈ വക ഒരുത്തനെ ഇവിടെ കയറ്റി പോരുത്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാണ്, അമ്മയെ ഞാനായിട്ട് ഒരു വിള്ളൽ ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചു കൊന്നോ? ഈശ്വര, എന്റെ അമ്മായിമ്മക്കൊന്നും വരുത്തരുതേ. എനിക്ക് എന്തെങ്കിലും വരുത്തിയാൽ പോലും എന്റെ അമ്മായിമ്മക്കൊന്നും വരുത്തരുതേ. ഭഗവാനെ കാത്തു രക്ഷിക്കണേ, കാത്തോളണേ, കുടുംബത്തെ കാത്തോളണേ, എന്റെ ചേട്ടനെ കാത്തോളണേ. ഭഗവാനെ കാത്തു രക്ഷിക്കണേ, ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവണേ. അമ്മായിമ്മക്കൊന്നും സംഭവിക്കരുതേ. മതിയാക്ക്, കിടക്കേണ്ടത്. എന്താ ഏട്ടാ, ഞാൻ എല്ലാ ദിവസം പ്രാർത്ഥിക്കാറില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം കണ്ണടയ്ക്കാറുണ്ടോ? എടി, അമ്മ കിടന്നുറങ്ങി. നീ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണെന്തിനാണ്? അമ്മ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ, നീ കിടന്നുറങ്ങാൻ നോക്കി. അമ്മ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയല്ലേ ചേട്ടാ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്? എന്തെങ്കിലും കാണിക്കും, ഞാൻ കിടക്കാൻ വീണ്. ഞാൻ എന്റെ പ്രാർത്ഥന തീർന്നില്ല, ചേട്ടൻ കിടന്നു. ഞാൻ കിടക്കാം. അമ്മ ചേട്ടാ വിളിച്ചായിരുന്നു എന്നെ? ആര്? ഞാൻ ഈ ഉറങ്ങണ ആള് നിന്നെ വിളിക്കണ? നീ കിടന്നുറങ്ങാൻ നോക്കിയേ. വേറൊരു പേരാണല്ലോ വിളിച്ചത്. ചേട്ടാ ഇവിടെ നോക്കൂ വത്സേ. എവിടെ? ചേട്ടാ ചേട്ടാ എഴുന്നേറ്റ്. എടി, എന്താണ്? അവിടെ ഒരു വെളിച്ചം. എവിടാ? അവിടെ കണ്ടോ? നീ ട്യൂബ് ഓഫ് ചെയ്യാണ്ട് വെളിച്ചം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ട്യൂബ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്ക്. അത് ട്യൂബിന്റെ വെളിച്ചമല്ല, പ്രഭ വന്നതാ. പ്രഭനോട് നാളെ വരാൻ പറ. ആ പ്രഭയല്ല, അത് അവിടെ ഒരു പ്രഭാവലയം പോലെ. എന്തൊരു കഷ്ടോട്. എവിടാ? ഇല്ലേ അവിടെ പൊക്കത്ത്. വത്സ,
കണ്ടോ നാം ദൈവമാണ്. കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഡെയിലി പ്രാർത്ഥിക്കുന്ന കൊണ്ട്, ഞാൻ എന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുന്ന കൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ ഏട്ടാ? ശരിയാണുള്ളത്. ഈ 14 ലോകത്തും ഇതുപോലെ അമ്മായിയമ്മയെ പ്രണയിക്കുന്ന, അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമകളെ ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ഈ മരുമകൾക്ക് ഒരു വരം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരം നൽകോ? നിനക്കിപ്പോൾ എന്നോട് 3 വരം ചോദിക്കാവുന്നതാണ്. ഈ 3 വരവും നിനക്ക് നാം നൽകുന്നതാണ്. നീ എന്ത് ചോദിക്കുന്നുവോ അതിന്റെ 3 ഇരട്ടി നിന്റെ അമ്മായിയമ്മയ്ക്ക് നാം കൊടുക്കുന്നതാണ്. ആദ്യത്തെ വരം ചോദിക്കൂ. ഞാൻ എന്ത് ചോദിച്ചാലും അതിന്റെ 3 ഇരട്ടി എന്റെ അമ്മായിയമ്മയ്ക്ക് കിട്ടും. അമ്മയ്ക്ക് കിട്ടും, ചേട്ടന്റെ, ഞങ്ങളുടെ അമ്മയ്ക്ക് കിട്ടും അല്ലേ? ആദ്യത്തെ വരം ചോദിക്കാം. ആദ്യത്തെ വരം ബുദ്ധിപരമായിട്ടല്ലേ, ഒരു 5 കോടി രൂപ തരാൻ പറ്റുമോ? 5 കോടി എന്ന് പറയുമ്പോ എന്റെ അമ്മക്ക് 15 കോടി രൂപ. 15 കോടി രൂപ. അതെ, 5 കോടി രൂപ നിനക്ക് നാം വരമായി നൽകിയിരിക്കുന്നു. അമ്മായി അമ്മയ്ക്ക് 3 ഇരട്ടിയും. 15 കോടി രൂപ. രണ്ടാമത്തെ വരം നിനക്ക് ചോദിക്കാം. രണ്ടാമത്തെ വരം നമ്മുടെ വീടിന്റെ ആധാരമെല്ലാം പണയത്തിലല്ലേ? ഇച്ചിരി സ്ഥലം ചോദിച്ചാലോ? എനിക്കൊരു 10 ഏക്കർ സ്ഥലം വേണം. നീ ചോദിച്ചിരിക്കുന്ന വരം നാം നൽകിയിരിക്കുന്നു. നിനക്ക് 10 ഏക്കർ സ്ഥലവും നിന്റെ അമ്മായി അമ്മയ്ക്ക് അതിന്റെ 3 ഇരട്ടിയും. ഇനിയും മൂന്നാമതായി അവസാനമായി നിനക്ക് വരം ചോദിക്കാം. അവസാനമായിട്ട് സ്ഥലമായി, വീടായി, കാശായി, എല്ലാമായി. ഇനി മൂന്നാമത്തെ വരം ബുദ്ധിപരമായിട്ട് ചോദിക്കാനല്ലേ പറഞ്ഞേ? ഒരു ചെറിയ വരവേ ഉള്ളൂ, ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വരവൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. ചോദിക്കൂ വത്സേ. ഒരു കുഞ്ഞ് നെഞ്ചുവേദന എനിക്ക് തരാമോ? നിനക്ക് നാം ചെറിയൊരു നെഞ്ചുവേദന നൽകിയിരിക്കുന്നു. അതിന്റെ 3 ഇരട്ടി നിന്റെ അമ്മായിയമ്മയ്ക്കും കിട്ടട്ടെ. തഥാസ്തു. അയ്യോ, അപ്പൊ എന്റെ അമ്മക്ക് അറ്റാക്കാ. ദൈവമേ, എന്റെ അമ്മയുടെ പണി തീർന്നു തോന്നുന്നു. എന്ത് ചതിയാണ് നീ കാണിച്ചത്? ചേട്ടനല്ലേ പറഞ്ഞേ ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന്? ഞാൻ വളരെ ബുദ്ധിപരമായിട്ടല്ലേ ചെയ്ത്. ഇപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സ്വത്തും കൂടി നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. ഇതാണ് ഞാൻ എപ്പോഴും പറയാറ്. ചേട്ടന്റെ അമ്മേനെ ഞാൻ സ്നേഹിച്ച് കൊല്ലുന്നു. അയ്യോ.